പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്പന വെള്ളൂർക്കാവ് പാലത്തിന്റെ അവസ്ഥ ഇപ്പോഴത്തെ ഈ മഴക്കെടുതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. എത്രയോ വർഷമായി ഒരു പാലത്തിന് വേണ്ടിയിട്ട് നാട്ടുകാർ ഇവിടെ പ്രയത്നിക്കുന്നു. ഏറെക്കാലമായിട്ട് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ഒരു പരാതിയായിരുന്നു അവിടെ പുതിയ ഒരു പാലം നിർമ്മിക്കാന്നുള്ളത്. ആ പാലം കേരള ഗവൺമെന്റ് ബഡ്ജറ്റിൽ അംഗീകരിക്കുകയും അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വർക്ക് ടെൻഡർ ചെയ്ത് ഊരാടുങ്കൽ സൊസൈറ്റി വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ വർക്ക് ആരംഭിക്കുകയും സമീപധ്യമായി തന്നെ ആ വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയരെ, നാം ഉയർപ്പിന്റെ പാതയിലാണ്. പ്രതിസന്ധികൾ വരിഞ്ഞുമുറുക്കിയ ഇന്നലകളെ കൈകോർത്തുകൊണ്ട് നമ്മൾ അതിജീവിച്ചു. ഇല്ലായ്മകളുടെ ഭൂതകാലത്തിൽ നിന്ന് ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം നടന്നെടുത്തത് കൂട്ടായ്മയുടെ പിൻബലത്താലായിരുന്നു. കിഴക്കോട്ടൊഴുകുന്ന കബനി പകുത്തുമാറ്റിയ രണ്ടു കരകളിലായി പ്രിയപ്പെട്ടവർ ഏറെയുണ്ടായിരുന്നു. തമ്മിൽ സൗഹൃദങ്ങൾ പങ്കിടാനവർ ഒത്തുചേർന്നത് വേനൽക്കാലത്ത് വണ്ടിക്കടവിലൂടെ ഇറങ്ങിക്കിടന്നും മഴക്കാലത്ത് തോണിയിലുമായിരുന്നു. എന്നാൽ രൗദ്രഭാവത്തിൽ പുഴ മാറുമ്പോൾ എത്ര വൈകുന്നേരങ്ങളാണ് ഇരുകരയും തമ്മിൽ കൂടിച്ചേരാതെ കടന്നുപോയത്. 3.5 പതിറ്റാണ്ടിന് മുൻപ് EM ശങ്കരൻ മാസ്റ്ററുടെ ഇച്ഛാശക്തിയാൽ തീർത്ത പാലം സൗഹൃദങ്ങൾക്ക് സമാശ്വാസമായി. കേവലം ഒരു നടപ്പാലം മാത്രമായി ഒതുങ്ങിപ്പോവുമായിരുന്ന ഈ പാലത്തെ ചെറുവാഹനങ്ങൾക്കെങ്കിലും പോവാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറ്റിയതിനു പിന്നിൽ എത്ര ആളുകളുടെ പരിശ്രമങ്ങളാണ്. എത്ര മഴക്കാലമാണ് ആശങ്കയായി പെയ്തിറങ്ങിയത്. കവിഞ്ഞൊഴുകുന്ന കബനിയെ നോക്കി, മുങ്ങിപ്പോവുന്ന പാലത്തെ നോക്കി, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചോർത്ത് കാവിൻകുന്നിലിരുന്ന് നെടുവീർപ്പിട്ടവർക്ക് ആശ്വാസമായിട്ടാണ് കാവിൽ പുതിയ പാലം വന്നത്. കലിതുള്ളി ഒഴുകിയെത്തിയ കാലവർഷം തട്ടിയെടുത്ത നിരവധി ജീവനുകളുണ്ട്. മഹാപ്രളയത്തിൽ വിറങ്ങലിച്ച് ഇരുകരകളിലും നിന്ന് ജീവിത യാഥാർത്ഥ്യത്തിന് മുൻപിൽ പകച്ചുപോയവർക്ക് അന്നത്തെ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി കേളുവേട്ടൻ നൽകിയ ഉറപ്പാണ് രണ്ടു കരകളെയും തമ്മിൽ ഒന്നാക്കി 208 മീറ്റർ നീളത്തിൽ വയനാട്ടിലെ ഏറ്റവും വലിയ പാലമായി നമുക്ക് മുൻപിൽ ശിരസുയർത്തി നിൽക്കുന്നത്. അപ്രാപ്യമെന്ന് കരുതി മാറ്റിവെച്ച സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് മാനന്തവാടി മനം നിറഞ്ഞ് ആനന്ദവാടിയായി മാറുന്നു. പിന്നാക്ക ജില്ലയെന്ന് പട്ടിക ചാർത്തി മാറ്റിവെക്കപ്പെട്ട നമ്മുടെ ജില്ലയും ദിശാബോധത്തോടെ ഇച്ഛാശക്തിയാൽ സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള കലാലയങ്ങളും റോഡുകളും കെട്ടിടങ്ങളും അടിസ്ഥാന വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 17.6 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച് നാടിന് സമർപ്പിക്കുന്ന ഈ പാലം ഈ നാടിന്റെ മുഖച്ഛായ മാറ്റും തീർച്ച. വള്ളിയൂർക്കാവിനെയും കമ്മനിയെയും ചേർത്ത് വെച്ച് 2023 മെയ് മാസം 3-ാം തീയതി ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നിർമ്മിച്ച് 2026 മാർച്ച് 3-ന് നമുക്കായി കൈമാറുന്ന ജില്ലയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ പാലം പറഞ്ഞുവയ്ക്കുന്നത് സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. 3.5 പതിറ്റാണ്ടിന്റെ കഥ പറയുന്ന ചെറിയ പാലം ഇരുകരകളെയും ക്ഷമ പഠിപ്പിച്ച പാലമാണ്. ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാവുന്ന പാലത്തിൽ എത്ര തവണയാണ് നാം കാത്തുനിന്നത്. നമുക്ക് പുതിയ പാലം പ്രതീക്ഷയുടെ വലിയ വാതിൽ തുറന്നുവെക്കുകയാണ്. ഈ പാലത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കേളുവേട്ടനെ നാം ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. താങ്കളുടെ ധീരമായ നിലപാടുകളിലാണ് ഈ പാലം പിറന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മാനന്തവാടിയുടെ മുഖച്ഛായ മാറ്റിയ വികസന നായകന് അഭിനന്ദനങ്ങൾ. വള്ളിയൂർക്കാവിന്റെ ഉത്സവം മാർച്ച് 3-ലേക്ക് പെയ്തിറങ്ങുന്ന ഈ സമ്മോഹന മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആപാദമധുര സ്വാഗതം. അഭിമാനത്തിന്റെ ശിരസുയർത്തി ഞങ്ങൾ നേരുന്നു സുസ്വാഗതം കൂട്ടരെ.